ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ നമ്മുടെ തട്ടിൽ ഒട്ടിപ്പിടിക്കും അല്ലേ. ആദ്യം ഒരു തവണ എണ്ണയൊക്കെ തേച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. രണ്ടാമത് വീണ്ടും അതിൽ ഒഴിക്കുമ്പോൾ വരും. വീട്ടിലാകെ 1-2 മെമ്പേഴ്സ് അല്ലല്ലോ. അപ്പോൾ 2-3 തവണ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും കംപ്ലീറ്റ് അതിലേക്ക് ഒട്ടിപ്പിടിക്കും പിന്നെ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് മീഷോന്നൊന്നും ഞാനൊരു അടിപൊളി സാധനം മേടിച്ചിട്ട് സിലിക്കണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിലൊഴിച്ച് നമുക്കിത് സിലിക്കൺ മോൾഡാണത്. ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ചിലർ പറയുന്നത് പ്ലാസ്റ്റിക് ആണെന്ന് പറയും. പ്ലാസ്റ്റിക് അല്ല, സിലിക്കൺ ആണ് കേട്ടോ. മീഷോ എന്നാണ് വാങ്ങിച്ചത്. 175 രൂപയാണ്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യൂട്യൂബിലുള്ളവർ നോക്കൂ കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് നമ്മുടെ ഇഡ്ലിത്തട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഡ്ലിത്തട്ടിന് ഒന്നിൽ തന്നെ 9 എണ്ണം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതിൽ ഒരു പാക്കിൽ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണയൊന്നും തേച്ചിട്ടില്ല. കണ്ടല്ലോ, ദേ ഇഡ്ലി മാവ് എടുക്കുന്നു, ദേ ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ഒരുപാട് അരിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒത്തിരി എണ്ണ തടവിയെടുക്കാം. സംഭവം അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചില്ല. നല്ലോണം കഴുകിയെടുക്കണം. വാങ്ങിച്ച ശേഷം നന്നായി ഒന്ന് സോപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് തട്ടെടുത്തിട്ട് എല്ലാം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തട്ടിൽ എണ്ണയൊക്കെ തേച്ച് ഒട്ടിപ്പിടിക്കില്ല. പക്ഷേ രണ്ടാമതും മൂന്നാമതാകുമ്പോഴേക്കും അതിലങ്ങ് ഒട്ടിപ്പിടിക്കും. പിന്നെ തട്ടി കഴുകിയെടുക്കാൻ സത്യം പറഞ്ഞാൽ ബോർ പരിപാടിയാണ്. അപ്പോൾ ഞാനിതൊന്ന് ആവി കയറ്റി വെക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പം വേഗം തന്നെ വാങ്ങിച്ചോളൂ. അടിപൊളി സംഭവം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഇഡലി ഇപ്പം ജോലിക്ക് പോകുന്നവർക്കൊക്കെ, എല്ലാവരും ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ അത്. അപ്പോൾ ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് ആണ്, ഉരുകുന്നൊന്നും ഓർത്തും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിലിക്കോണാണ്. നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ സാധാരണ ആകുമ്പോൾ നോക്കിക്കാൻ നമുക്കിത് ഇങ്ങനെ എടുത്ത് ആദ്യത്തെ ആകുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ രണ്ടാമത് ഒഴിക്കണ സമയത്ത് പറയുകയും വേണ്ട. ആദ്യത്തെ ഒരു തട്ട് കൊണ്ട് മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കാണിച്ചുതരാൻ വേണ്ടിയിട്ട് വേറൊരു തട്ട് ഇതിൽ നോർമലി ഒഴിക്കുന്നവർ കാണിച്ചെന്ന്. ഇനി നമുക്കിതിൽ നിന്ന് ഇതും തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതേ നോക്കിക്കാൻ അടിപൊളിയല്ലേ സംഭവം. വീണ്ടും അതിൽ തന്നെ ഒഴിക്കുകയും ചെയ്യാം, നമുക്ക് പ്രശ്നമില്ല. കണ്ടോ, നല്ല സോഫ്റ്റ് ഒന്നും ഒരു കുറവില്ല. നമ്മൾ മാവ് എങ്ങനെ അരച്ചോ അതിൻ്റെ രീതിക്കനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് വന്നോളും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ബാക്കിക്കണ്ട, വേഗം തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തോ സാധനം. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് എളുപ്പമാണ് സംഭവം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, എളുപ്പത്തിൽ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാനും പറ്റും. പാത്രം കഴുകി കഷ്ടപ്പെടും വേണം. മറ്റേത് നമുക്കിത് കുതിരാൻ വെക്കണം. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് ഇത് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. നമ്മൾ 3-4 തവണ എത്ര തവണ ചെയ്തെടുത്താലും പിന്നെ അതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്താൽ മതി. എനിക്ക് നന്നായിട്ട് യൂസ് ആയതൊന്നുകൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അതിൽ തന്നെ ഇട്ട് ഉപയോഗിക്കും. പിന്നെ ചിലർ പറയും ഒട്ടും തന്നെ സോഫ്റ്റ് ഇല്ല ഇഡലി, ഇതിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. താങ്ക്